ആവേശപ്പോരിൽ ഒമാനെ വീഴ്ത്തി കേരളം. ഒമാൻ പര്യടനത്തിലെ രണ്ടാം മത്സരത്തിൽ കേരള ക്രിക്കറ്റ് ടീമിന് വിജയം. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ കേരളം ഒരു റണ്ണിനാണ് ഒമാൻ ചെയർമാൻ 11 തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെയർമാൻ 11 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് മാത്രമാണ് എടുക്കാനായത്. ടോസ് നേടിയ ചെയർമാൻ 11 കേരളത്തെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. കൃഷ്ണപ്രസാദിനൊപ്പം കേരളത്തിന് വേണ്ടി ഇന്നിംഗ്സ് തുറന്ന വിഷ്ണു വിനോദ് തുടക്കം മുതൽ തകർത്തടിച്ചു മുന്നേറി. 15 പന്തുകളിൽ 2 4ഉം 3 6ഉം അടക്കം 30 റൺസാണ് വിഷ്ണു നേടിയത്. തുടർന്നെത്തിയ അജ്നാസ് 8 റൺസ് എടുത്ത് പുറത്തായി. മൂന്നാം വിക്കറ്റിൽ കൃഷ്ണപ്രസാദും അഖിൽ സക്കറിയയും ചേർന്ന് 32 റൺസ് കൂട്ടിച്ചേർത്തു. 20 റൺസ് എടുത്ത അഖിൽ സക്കറിയ പുറത്തായതിനു ശേഷം എത്തിയ ആർക്കും മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായില്ല. ക്യാപ്റ്റൻ സാലി വിശ്വനാഥ് 4ഉം AK അർജുൻ 17ഉം അൻഫൽ 10ഉം കൃഷ്ണദേവൻ 2 റൺസ് എടുത്ത് പുറത്തായി. മറുവശത്ത് ഉറച്ചുനിന്ന കൃഷ്ണപ്രസാദിന്റെ ഇന്നിംഗ്സ് ആണ് കേരളത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കൃഷ്ണപ്രസാദ് 42 പന്തുകളിൽ 59 റൺസ് എടുത്തു. ചെയർമാൻ 11 വേണ്ടി ജിതിൻ കുമാർ രാമനന്ദി 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെയർമാൻ 11 ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ അമീർ ഖലീമിന്റെ വിക്കറ്റ് നഷ്ടമായി. ക്യാപ്റ്റൻ സാലി വിശ്വനാഥാണ് വിക്കറ്റ് നേടി കേരളത്തിന് മികച്ച തുടക്കം നൽകിയത്. സ്കോർ 26-ൽ നിൽക്കെ 14 റൺസ് എടുത്ത ഹമ്മദ് മിശ്രയും പുറത്തായി. എന്നാൽ ഹുസ്നൈമുൽ വഹാബും മുഹമ്മദ് നാദിമും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ 36 റൺസ് കൂട്ടിച്ചേർത്തു. 28 റൺസ് എടുത്ത ഹുസ്നൈൻ റൺ ഔട്ട് ആവുകയായിരുന്നു. തുടർന്നെത്തിയ വിനായക് ശുക്ലയുടെ പ്രകടനമാണ് ഒമാനെ വിജയത്തിന് തൊട്ടരികിൽ വരെ എത്തിച്ചത്. 28 പന്തുകളിൽ നിന്ന് 6 4ഉം 3 6ഉം അടക്കം 58 റൺസാണ് വിനായക് നേടിയത്. 18-ാം ഓവറിൽ വിനായകിനെ പുറത്താക്കി KM ആസിഫാണ് കേരളത്തിന് നിർണായക വഴിത്തിരിവ് സമ്മാനിച്ചത്. 19-ാം ഓവറിൽ സിക്രിയ ഇസ്ലാമിനെയും ഹുസ്നൈൻ അലിഷായെയും അഖിൽ സക്കറിയ പുറത്താക്കി. അവസാന പന്തിൽ 2 റൺസായിരുന്നു ചെയർമാൻ 11 ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ അവസാന പന്തിൽ ജിതിൻ കുമാർ രാമനന്ദിയെ ക്ലീൻ ബൗൾഡാക്കി KM ആസിഫ് കേരളത്തിന് വിജയമൊരുക്കി. കേരളത്തിന് വേണ്ടി അഖിൽ സക്കറിയ 3ഉം സാലി വിശ്വനാഥ് KM ആസിഫ് 2ഉം വിക്കറ്റ് വീതം വീഴ്ത്തി. ഇതോടെ ത്രില്ലർ പോരാട്ടത്തിൽ കേരളം മിന്നും വിജയം നേടി.